സ്നേഹ ചിരിയായി കണ്ണിൽ ആദ്യം തെളിഞ്ഞതുപ്പാ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പട്ടുറുമാൽ ഇനി വരാൻ പോവുകയാണ്. ഇന്ന് നമ്മോടൊപ്പം കഴിഞ്ഞ പട്ടുറുമാലിലെ 4th വിന്നറായിരുന്ന ഐഷ ഫിൽവ കൂടെയുണ്ട്. അപ്പോൾ ഐഷ, പട്ടുറുമാലൊക്കെ കഴിഞ്ഞ് അങ്ങ് ആളങ്ങതായിട്ട് നിൽക്കുകയാണല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പട്ടുറുമാൽ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പട്ടുറുമാൽ ഉണ്ടായിരുന്ന ആ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ പുതിയ കുട്ടികൾക്കൊക്കെ അത് അറിയണമെന്ന് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു പട്ടുറുമാലിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയണം. കാരണം എൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കൊരു അവസരം തന്ന കൈരളി പട്ടുറുമാലാണ്. പിന്നെ അതിലെടുത്ത് പറയേണ്ടത്, എനിക്ക് എന്താണ് ഇപ്പോൾ പട്ടുറുമാലിൽ ഞാൻ കയറിയ ടൈമിൽ ജനങ്ങളിനെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് എൻ്റെ ഉപ്പറൗണ്ടിലത്തെ പാട്ടുകൊണ്ടാണ്. ഇപ്പോൾ സ്റ്റിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീക്ക് പ്രോഗ്രാമിന് പോയപ്പോഴും ഉപ്പറൗണ്ടിൽ പാട്ട് പാടിയ കുട്ടിയല്ലേ, അതാണ് എല്ലാവരും ചോദിച്ചത്. അതെ, അത് നല്ല റീച്ചായി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഇത് നമുക്ക് കിട്ടുന്ന സ്റ്റേജ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. എനിക്കിപ്പോൾ അങ്ങനെയാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അതേപോലെ തന്നെ ഒരുപാട് നല്ല സിംഗേഴ്സിന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയായിരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഇനി അവർക്ക് ഒരു ഇത് പറയണമെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അപ്പൊ ഭയങ്കരമായിട്ടുണ്ടാവും പട്ടുറുമാലിലെ? തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് അവിടെ ഗ്രൂമിങ് ആയാലും എന്തായാലും നമുക്ക് വേണ്ട അത്ര ഹെൽപ്പും കാര്യങ്ങളും ഇപ്പോൾ പാട്ടിന്റെ കാര്യത്തിലായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂമേഴ്സും കാര്യങ്ങളും ഉണ്ട് നമുക്കവിടെ. അപ്പം അതുകൊണ്ട് തന്നെ പോകുന്ന എല്ലാവരും നന്നായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന സ്റ്റേജിന് എത്രത്തോളം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പാടാൻ പറ്റിച്ച് അത്രത്തോളം ചെയ്യാം. ഒരുപാട് സ്റ്റേജ് നമുക്ക് മുന്നിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ് ഉപ്പറൗണ്ടിലത്തെ പാട്ട്. അതെ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണിത്. അപ്പൊ തന്നെ പാടാം. സ്നേഹ ചിരിയായി കണ്ണിൽ ആദ്യം തെളിഞ്ഞതുപ്പാ, കൽബിൻ മധുവായി കാതിൽ ബാങ്ക് വിളിച്ചതുപ്പാ, സ്നേഹ ചിരിയായി കണ്ണിൽ ആദ്യം തെളിഞ്ഞതുപ്പാ, കൽബിൻ മധുവായി കാതിൽ ബാങ്ക് വിളിച്ചതുപ്പാ. ചെറുപ്പം മുതലേ പാട്ട് പഠിച്ചിരുന്നോ? ഞാൻ 4ാം ക്ലാസ് മുതല് പാട്ട് പഠിച്ചിരുന്നു. സ്കൂളിൽ ഇങ്ങനെ കൂടിയിരുന്നു. പിന്നെ എല്ലാത്തിനും പോയിരുന്നു, അടിക്കാനായിട്ട്. അങ്ങനെയാണ് പട്ടുറുമാലിന്റെ 4th എത്തിയത്. പട്ടുറുമാലിന്റെ 4th എത്തി ഭയങ്കര പ്രൗഡ് തോന്നിയിരുന്നു. നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അതിലിപ്പോ എല്ലാവരും നന്നായിട്ട് പാടുന്ന പിള്ളേരാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒന്നിലൊന്നും വെച്ച് നന്നായിട്ട് പാടുന്നവരാണ്. അപ്പൊ നമുക്ക് ആ ഒരു 15 ആളിലൊരു 4th പ്രൈസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് എനിക്ക് കൺസിസ്റ്റന്റ് സിംഗർ എന്നുള്ളൊരു ഇതാണ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയൊരു നിമിഷമായിരുന്നു ഒരു 4th പ്രൈസ് എന്ന് പറയുമ്പോൾ. ഇപ്പോഴും ഉണ്ട്. കോഴിക്കോട് വെച്ചിട്ട് നടന്ന ഒരു ഫൈനല് ഇപ്പോഴും ഉണ്ട്. അപ്പൊ പട്ടുറുമാലിൽ വന്നിട്ട് ഇത്ര വലിയൊരു നിലയിൽ എത്താൻ പറ്റി. ഇനി പുതിയ കുട്ടികൾ വരികയാണ്. അപ്പൊ അവരെ കാണാൻ ഒരു ദിവസം നമ്മുടെ കയ്യിലും വരും അല്ലെ? തീർച്ചയായും വരും. ഓക്കെ, നമ്മളെ കൂടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിലും വളരെ താങ്ക്സ്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ലീവ് എടുത്തിട്ടാണ്. ലീവ് എടുത്തിട്ട് ഓക്കെ, അപ്പൊ നമുക്ക് വന്നതിൽ വളരെ വളരെ താങ്ക് യു സോ മച്ച്.